ഉത്തരകാശി പ്രളയത്തിന് കാരണം മേഘസ്ഫോടനമല്ല, ഹിമാനിയോ ഹിമതടാകമോ തകർന്നതെന്ന് നിഗമനം. ദുരന്തബാധിത മേഖലയിലേക്ക് ഇനിയും എത്താനാകാതെ രക്ഷാപ്രവർത്തകർ. കുടുങ്ങിയവരിൽ കൊച്ചിയിൽ നിന്നുള്ള തീർത്ഥാടക സംഘവും. പാലിയേക്കര കടക്കാൻ 4 ആഴ്ചത്തേക്ക് ടോൾ നൽകേണ്ട. ഹൈക്കോടതി ഉത്തരവ്. ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിൽ ഗതാഗത കുരുക്ക് വർദ്ധിച്ച പശ്ചാത്തലത്തിൽ അടിയന്തരമായി സർവീസ് റോഡുകൾ നന്നാക്കി തുറന്നുകൊടുക്കാനും കോടതി നിർദ്ദേശം. ശബരിമലയിലേക്ക് ട്രാക്ടറിൽ പോയെന്ന് ഹൈക്കോടതി മുൻപാകെ സമ്മതിച്ച ADGP MR അജിത് കുമാർ. ആവർത്തിക്കരുതെന്ന് കോടതിയുടെ മുന്നറിയിപ്പ്. കേസിലെ നടപടികൾ അവസാനിപ്പിച്ചു. മെസ്സി വരാത്തതിനെ ചൊല്ലി നാട്ടിൽ ചർച്ച സജീവം. സ്പോൺസർമാരെ പഴിചാരി കായിക മന്ത്രി അബ്ദുറഹ്മാൻ. മെസ്സിയെ കൊണ്ടുവരാൻ ചർച്ച തുടരുകയാണെന്ന് സ്പോൺസർ കമ്പനി MD ആൻഡോ അഗസ്റ്റിൻ ന്യൂസ് 18നോട്. പരാതി നൽകാത്തത് ചർച്ച തീരാത്തതിനാൽ എത്ര ശ്രമിച്ചാലും ലോകകപ്പിന് മുൻപ് മെസ്സി കേരളത്തിലെത്താൻ സാധ്യതയില്ലെന്ന് വിലയിരുത്തൽ. വായ്പാ പലിശ കുറയില്ല. റിപ്പോ നിരക്കിൽ മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക്. ഭവന വാഹന വ്യക്തിഗത വായ്പകൾക്ക് നിലവിലുള്ള പലിശ നിരക്ക് തുടരും. ട്രംപ് ഉയർത്തുന്ന സമ്മർദ്ദങ്ങൾക്കിടെ രൂപയുടെ മൂല്യം ഇന്നും കുറഞ്ഞു.